മനസ്സിലാക്കിയതോളം മതി. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ഞാൻ പറയില്ലേ അങ്ങേയറ്റവും ഇങ്ങേയറ്റവും അറിയാതെയാണ് ആൾക്കാർ നമുക്ക് ഭയങ്കരമായിട്ട് കമൻറ്റബിൾ ആയിക്കൊണ്ടേയിരിക്കുന്നത്. അത് ഭയങ്കര തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ്. നമ്മൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാൻ ഉദ്ദേശിക്കണമെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒന്നുകിൽ ഒരു മിനിമം ഒരു ഇതിൽ ഒന്ന് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. എന്താണ്, എന്തിനായിരുന്നു എന്നൊക്കെ ഉള്ളത്. ആൾക്കാർക്ക് ഞാൻ വിചാരിക്കുകയാണ് ജനങ്ങൾക്ക് വേറെ ജോലിയില്ലേ എന്നാണ് വിചാരിക്കുന്നത്. മനസ്സിലായില്ലേ? കാരണം ഇത്രമാത്രം ഇതായിട്ട് എഴുതാൻ മാത്രമോ ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എനിക്കറിയില്ല എന്താണെന്നുള്ളത്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇതൊന്നും എന്നെ ഇവിടെ ടച്ച് ചെയ്യണ സാധനങ്ങളൊന്നുമല്ല. കാരണം ഞാൻ അതിലൊന്നും ഞാൻ എന്താ പറയുക, ഒരു തരി പോലും ഞാൻ സങ്കടപ്പെടാറോ ഇല്ലെങ്കിൽ എന്നെ മോശമായിട്ട് എഴുതുക എഴുത്തുകാർക്ക് എഴുതിക്കൊണ്ടിരിക്കുന്നവർക്കേ അറിയുള്ളൂ. എനിക്കറിയാം, എൻ്റെ ഫാമിലിക്ക് അറിയാം ഞാൻ എന്താണെന്നുള്ളത്. അത് പോരെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എൻ്റെ ലൈഫ് വളരെ സ്മൂത്തായിട്ട് ഹാപ്പി ആയിട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു നിസ്സാരം ഓഫ് കോഴ്സ് വേറൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം ഞാൻ അമ്മാതിരി വേഷങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല. ആ ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ കാബാലിക എന്ന് പറയുന്നത് തന്നെ ടെലിഫിലിം കണ്ടു നോക്കി, അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം എനിക്ക് ഒരുപാട് അവാർഡ് കിട്ടിയ മൂവിയാണ്. ആ ഷോർട്ട് മൂവി കണ്ടു നോക്കി അതിനകത്ത് ഒരു തരത്തിൽ പോലും ഒരു വിയേർഡ് ആയിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു സീനോ ഒന്നുമില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് അത് ഒരു പോസ്റ്ററായിട്ട് കൊടുക്കുമ്പം കാബാലിക ഇതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ സാരിയുടെ ബാക്കിൽ ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ ചെയിനൊക്കെ ഇട്ട്. അപ്പം ആ ഒരു ബാക്ക് ഷോട്ട് കാണുമ്പോൾ തന്നെ അറിയാം ആ ക്യാരക്ടറിൻ്റെ ലക്ഷണം. അതെ, ഒരു ഭയങ്കര ഒരു സെൻഷ്വൽ ഒരു ഫീൽ ചെയ്യാൻ ആയിട്ടാണ് അത് ചെയ്തത്. അപ്പം അറ്റ്ലീസ്റ്റ് അതെങ്കിലും കാണുമ്പോഴാണല്ലോ, ഒരു പോസ്റ്റർ കാണുമ്പോഴാണല്ലോ നമുക്ക് ഇതാണ് സിനിമ, ഇതിലെന്തോ ഉണ്ട്, എന്തോ പറയാതെ പറയുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ഇത് കണ്ടിട്ട് സോന നായർ ഇപ്പം വേറെ പടങ്ങളൊന്നുമില്ല, ഇപ്പം സാരിയൊക്കെ അഴിച്ചു തുടങ്ങി. എന്തൊരു കഷ്ടമാണ്, എനിക്കറിയില്ല. അപ്പം പിന്നെ അതിനുശേഷം ഓഫ് കോഴ്സ് നടന് ശേഷം നടൻ ഭയങ്കര ആ ഒരു ക്യാരക്ടർ ഭയങ്കര ഹിറ്റായപ്പം അതിനെ കിടപിടിക്കുന്ന ഒരുപാട് തരം കുറച്ച് കഥാപാത്രങ്ങൾ എനിക്ക് വന്നു, ഇല്ലെന്നല്ല. പക്ഷേ കാമ്പോജി, ഓഫ് കോഴ്സ് കാമ്പോജി എന്ന് പറയുന്ന അത്, അപ്പം അത് ഓഫ് കോഴ്സ് ആ കഥാപാത്രം നാരായണിയെ കാണണം. ആ കാമ്പോജിയെ നാരായണിയിൽ കണ്ടാലേ നാരായണി എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാവുള്ളൂ. അപ്പം ആൾക്കാർ ചോദിക്കുന്നു, എന്നാൽ പിന്നെ കാമ്പോജിയിൽ ചെയ്തതോ, നരനോട് കൂടി നിർത്തിക്കൂടെ, എന്നാൽ പിന്നെ കാമ്പോജിയിലായതോ, ഇങ്ങനെ ചോദിക്കും. ആ സിനിമ കാണാതെയാണ് ആൾക്കാർ ഓരോന്നും പറയുന്നത്. കാരണം ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് നല്ല മധുരമായിട്ടുള്ള കഥാപാത്രങ്ങൾ വരുമ്പോൾ അത് ഏത് വിധത്തിലും ആകാം, നമുക്ക് എന്തെങ്കിലും ഒരു സ്ക്രീൻ സ്പേസ് ഉണ്ട് എന്നറിയുന്ന കഥാപാത്രങ്ങളാവുമ്പോൾ നമ്മൾ സ്വമേധ അതിനകത്ത് തലകുലുക്കും, ഓക്കെ ചെയ്യാം. കാരണം അത് നമ്മൾ എന്താ പറയുക, ഒരു വില്ലിങ്നെസ് ആണ്, അത് ഒരു വിൽ പവറാണ് അത് ചെയ്യാന്നുള്ളത്, അല്ലേ? ഈ കാമ്പോജിയുടെ കഥാപാത്രം ശരിക്കും സുഹാസിനി വാനപ്രസ്ഥത്തിലൊക്കെ ചെയ്ത പോലെ അങ്ങനെ കുറച്ച് മനോവ്യാപാരങ്ങളിലൂടെ കടന്നു പോകുന്ന കുറച്ച് രംഗങ്ങളുണ്ടായിരുന്നു. അത് വളരെ രസമാണ്. അത് ഏകദേശം സെയിം ഡയലോഗ്സും ഉണ്ട് ഏറെക്കുറെ. ശരിക്കും ആ സിനിമ വെളിയിലൊക്കെ കുറേ സ്ഥലത്ത് ഈ കാമ്പോജി ഫിലിം ഫെസ്റ്റിവൽസിന് കുറേ സ്ഥലത്ത് പോയി. അപ്പം ഒരുപാട് പേര് കണ്ടിട്ട് ഡയറക്ടർ വിനോദ് മങ്കരുടെ അടുത്ത് ചോദിച്ചതാണ്, എന്നെ അറിയാത്ത ആൾക്കാർ ശരിക്കും ഈ ക്യാരക്ടർ നാരായണി ചെയ്ത ക്യാരക്ടർ കേരളത്തിൽ ട്രിവാൻഡ്രത്തെ വളരെ ഫേമസ് ആർട്ടിസ്റ്റ് ആണോ എന്നാണ് ചോദിച്ചത്. ദാറ്റ് ഓഫ് കോഴ്സ് അത് നമുക്ക് ഒരു ഡയറക്റ്റായിട്ട് ഒരു അവാർഡ് ഇങ്ങനെ എടുത്ത് തരുന്നതിനെക്കാട്ടി ഏറ്റവും വലുതല്ലേ ആൾക്കാർ. അപ്പോൾ തന്നെ ആൾക്കാരുടെ ഫീഡ്ബാക്ക് നമ്മൾ ഡയറക്ടർ വിളിച്ച് പറയുകയാണ്. ഇപ്പം ഡൽഹിയിൽ ആയിട്ട് എവിടെയും മലയാളികൾ കാണും. അപ്പം എന്നെ അറിയാമെന്നുള്ളവർക്ക് അറിയാം, അല്ലാത്തവരെ ഈ വേറെ ലാംഗ്വേജിലൊക്കെ ഉള്ള ആൾക്കാരാണല്ലോ ഫെസ്റ്റിവലിന് വരുന്നതൊക്കെ. അപ്പോൾ ഡയറക്ടറായിട്ട് സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവം ചോദിക്കുക എന്നൊക്കെ പറയുന്നത്, ഡയറക്ടർ അത് എന്നെ വിളിച്ച് പറയുക എന്നൊക്കെ പറയുമ്പോൾ അതിപ്പോൾ ഞാൻ എല്ലാവരുടെ അടുത്തും കൊട്ടിഘോഷിച്ച് പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമില്ലല്ലോ. അത് എന്നിൽ നാരായണിക്ക് കിട്ടിയ ഒരു അവാർഡും എന്നിൽ നാരായണിയെ എടുത്ത എൻ്റെ മനസ്സിൻ്റെ സന്തോഷമാണ്, അല്ലേ? അതിങ്ങനെ എല്ലാവരുടെ അടുത്തും പറഞ്ഞ് എൻ്റെ വിനോദം ഭയങ്കര ആൾക്കാർ എന്നെ ഭയങ്കരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ പറയത്തില്ലായിരുന്നു, ഇത് ഈ ഒരു ട്രാക്കിലേക്കുള്ളൊരു ക്വസ്റ്റ്യൻ വന്നതിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ചിരി ആളുകൾ ഭയങ്കരമായിട്ട് ആഘോഷിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഭയങ്കര ആരാധകരുണ്ട് സോന നായരുടെ ചിരിക്കുന്ന ആളുകൾ. ഒരു സമയത്ത് അത് റിംഗ് ടോൺ ആയി വരെ വെച്ചിരുന്നു കേട്ടിട്ടുണ്ട്. ചിരി എനിക്ക് ചിരിക്കാൻ ഭയങ്കര, നമുക്ക് പെട്ടെന്നൊന്നും നമുക്ക് ചിരി വരില്ലല്ലോ, കരയും പെട്ടെന്ന്. ചിരിപ്പിക്കാനും ഭയങ്കര പ്രയാസമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ കോമഡി താരങ്ങളെ ഞാൻ ഇങ്ങനെ സാഷ്ടാംഗം നമസ്കരിക്കും. ഒരാളെ ചിരിപ്പിക്കാൻ ഭയങ്കര പ്രയാസം. ചിരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിങ്ങനെ മതിമറന്ന് ചിരിക്കുന്ന കൂട്ടത്തിലാണ്.
അത് പലരും പറയും ഈ റിംഗ് കോളിംഗ് ബെല്ലിന്റെ എനിക്കത് ഇപ്പൊ ചിരിച്ചു കാട്ടാൻ പറ്റില്ല, പക്ഷെ അങ്ങനെയാണ് കോളിംഗ് ബെല്ല് ആ ഒരു രീതിയിലാണ് ഇങ്ങനെ ചിരിയുടെ ആ ഒരു വൈബ്രേഷൻ അങ്ങനെ കുറച്ച് നേരം നിൽക്കും. ചെറിയ കാര്യത്തിന് ഞാൻ ഉറക്കെ ചിരിക്കുന്ന കൂട്ടത്തിലാണ്. ചിരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കുറേ കൂടെ എല്ലാവരും നല്ലൊരു പോസിറ്റീവ് വൈബ്രൻറ്റിൽ നിൽക്കുന്ന ഒരു ഇതിലേക്ക് എൻ്റെ ചിരി മാറും. കാര്യം അറിയാതെ എൻ്റെ ചിരി കണ്ട് ചിരിച്ചവർ ഒരുപാട് പേരുണ്ട്. കാര്യം അറിയണമെന്നില്ല, ചിരിക്കുന്നത് കണ്ടിട്ട് ചിരിക്കുന്ന കണ്ടിട്ട് അവർക്ക് ചിരി അടക്കാൻ വയ്യാതെ ഇരുന്നിട്ടുണ്ട്. അവർക്ക് കാര്യം അറിയില്ല, പക്ഷെ എൻ്റെ ചിരി കണ്ടിട്ട്. അപ്പോൾ ആ ചിരിക്ക് ചില ജഗതി ചേട്ടനോട് പറഞ്ഞിട്ടില്ലേ, ജഗതി ചേട്ടനെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുന്നത് കണ്ടിട്ട് എന്തിനാ കുട്ടി നീ എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നതെന്ന്? നമ്മുടെ മൈൻഡിൽ ആ ക്യാരക്ടേഴ്സ് ഓർമ്മ വരും. പക്ഷേ അവരൊക്കെ എന്ന് പറഞ്ഞാൽ നോർമലി ഇരിക്കുമ്പം ഇങ്ങനെ കോമഡി ചെയ്തുകൊണ്ടിരിക്കുന്നവരേ അല്ല. നമ്മളെക്കാട്ടിയും ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഇൻ്റലക്ച്വലി ഉള്ള ആൾക്കാർ ഇരിക്കില്ലേ, അതുപോലെയാണ്. നമുക്കൊന്നും ഒരിക്കലും അവരെ കണ്ടാലും അവരുമായിട്ട് സംസാരിക്കുമ്പോഴും നോർമൽ സംസാരത്തിലൊന്നും അവരൊക്കെ ഇങ്ങനെ ഒരു സ്ലാപ്സ്റ്റിക് കോമഡി ചെയ്യുന്ന ഒരാളിൻ്റെ അടുത്താണോ ഞാൻ സംസാരിക്കുന്നത് എന്ന് തോന്നുന്ന വിധത്തിലുള്ള ആൾക്കാരാണ് അവരൊക്കെ. അത്രയും നോളജബിൾ ആയിട്ടുള്ള, ഇപ്പം അമ്പിളി ചേട്ടനൊക്കെ ആണെങ്കിൽ ഒത്തിരി ഭയങ്കര ബുക്കിഷാണ്, ഭയങ്കര നോളജബിൾ ആയിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിനോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ മറ്റേ ഈ ചാണകക്കുഴിയിൽ വീഴുന്ന ആ രംഗമൊക്കെ നമ്മുടെ ഓർമ്മയുണ്ടെങ്കിലും വർത്തമാനം പറയുമ്പോൾ ആ ട്രാക്കിലേക്കൊന്നും അല്ല നീങ്ങുന്നത്, വേറൊരു രീതിയാണ്. മനസ്സിലായില്ലേ? കോമഡി അതാ ഞാൻ പറഞ്ഞത്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ലെജൻസാണ്. ക്യാമറയ്ക്ക് മുന്നിൽ വരുമ്പോൾ ആ ഒരു ട്രാൻസിഷൻ ഉണ്ടല്ലോ, സാധാരണ ഇങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ ഇരിക്കണ ഒരാൾ അവിടെ വന്ന് നിന്നിട്ട് സഹിക്കാൻ പറ്റില്ല. അത് നമ്മളിങ്ങനെ അമ്പരന്ന് പോയി ഇദ്ദേഹമാണോ ഇദ്ദേഹം എന്ന് തോന്നിപ്പോ. രാച്ചിയമ്മ എന്നുള്ള ക്യാരക്ടർ ആളുകൾ കുറേ അതിനെപ്പറ്റി എഴുതുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അത് പിന്നീട് ആണും പെണ്ണും എന്നുള്ള സിനിമയിൽ ഒരു സെഗ്മെന്റ് ആയിട്ട് പാർവതി തിരുവോത്ത് ചെയ്തപ്പോൾ പിന്നീട് പാർവതി തിരുവോത്തിൻ്റെയും സോനനാഥിൻ്റെ പ്രകടനങ്ങൾ എടുത്തു പറയും. സോനനാഥിൻ്റെ പ്രകടനമാണ് മികച്ചതെന്ന് ഒരുപാട് പേര് എഴുതുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അങ്ങനെയുള്ള താരതമ്യങ്ങൾ കാണും വായിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഞാൻ ഒരുപാട് അത് വായിക്കും. എനിക്ക് ഒരുപാട് പേര് ഇങ്ങനെ അയച്ചു തരും, ലൈക്ക് ഞങ്ങളുടെ രാശിയമ്മ സോന നായരായിരുന്നു അങ്ങനെ പറഞ്ഞിട്ടും ഈ പറഞ്ഞ മാതിരി സോക്കോൾ ആ യൂട്യൂബിലെ കണ്ടന്റും കമന്റ്സുകളൊക്കെ ഇങ്ങനെ അയച്ചു തരും. എന്നെ സംബന്ധിച്ച് അന്ന് ഹരികുമാർ സുഹൃതം ഡയറക്റ്റ് ചെയ്ത ഹരികുമാർ സാറാണ് അത് ചെയ്തത്. വളരെ ലഘുവായിട്ടുള്ള ഒരു 20 മിനിറ്റ്സിൻ്റെ ഒരു രാച്ചിയമ്മ. രാച്ചിയമ്മയുടെ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. രാച്ചിയമ്മ സിനിമ ആക്കാനായിട്ടൊക്കെ ഉദ്ദേശിച്ചിരുന്നതാണ്. അപ്പം ആ രാച്ചിയമ്മ എനിക്ക് കിട്ടിയത് ഭയങ്കര ആ ഉറൂബിൻ്റെ ഒരു നോവല് രാച്ചിയമ്മയിൽ ആ ഒരു അങ്ങനെയൊക്കെ കഥാപാത്രങ്ങൾ കിട്ടുന്നത് മഹാഭാഗ്യമാണ് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച്. അന്ന് ഞാൻ അത് ചെയ്തു. അത് ഹരികുമാർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ രാച്ചിയമ്മയാണ് ചെയ്തത്. പാർവതിയായിട്ടൊന്ന് കമ്പയർ ചെയ്യുമ്പം പാർവതി വേണുചേട്ടൻ്റെ രാച്ചിയമ്മയാണ്. വേണു എന്ന് പറയുന്ന സിനിമാറ്റോഗ്രാഫർ ഡയറക്ടറിൻ്റെ ഒരു രാച്ചിയമ്മ. രണ്ടിനും അജഗജാന്തര വ്യത്യാസമുണ്ട്. ആക്ടിങ് വൈസ് അല്ല ഞാൻ പറയുന്നത്, ആ പോർട്രേ ചെയ്ത രീതി, രാച്ചിയമ്മയെ പോർട്രേ ചെയ്ത രീതി രണ്ടും കാണുമ്പോൾ വ്യത്യാസമുണ്ട്. ഇതിനകത്ത് ഏതാണ് മികച്ചതെന്ന് അത് കാഴ്ചക്കാരുടെ ഒരു രീതിയും, ഇല്ലെങ്കിൽ ആ പുസ്തകം വായിച്ചിട്ടുള്ളവർ കുറേ പേര് വായിച്ചിട്ടുള്ളവരാണ് നല്ല കമൻസ് എനിക്ക് എഴുതിയിട്ടുള്ളത്. പക്ഷെ ഞാൻ അതുകൊണ്ട് തന്നെ പാർവതി ഒരു തരത്തിലും പാർവതിക്ക് എവിടെയോ ഏതോ വലിയ ഗ്രാഫിൽ നിൽക്കുന്ന ഒരു ആക്ട്രസ്സാണ്. എനിക്കിഷ്ടമുള്ള നടിമാരിൽ, പുതുമുഖത്തിൽ ഇഷ്ടമുള്ള നടിമാരിൽ ഒരു വ്യക്തിയാണ്. അപ്പം അത് വേറൊരു ഗ്രാഫാണ് ആ കുട്ടിയുടെ ആക്ടിങ് ഇതുമൊക്കെ.